നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടത്തറ തിരുഹൃദയ ദേവാലയത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി 10 വീടുകൾ നിർമ്മിച്ചു നൽകിയതിന്റെ സമർപ്പണം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. പീച്ചിയിൽ കനത്ത കാറ്റിലും മഴയിലും പൊടിപ്പാറ വാർഡിൽ വൻ നാശനഷ്ടം. മരം വീണ് വീട് ഭാഗികമായി തകർന്നു. മാടക്കത്ര പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭ PMAY കരട് ലിസ്റ്റ് അംഗീകാരം KK സുരേന്ദ്രൻ സ്മാരക ഹാളിൽ മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള മണ്ണുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 26ാമത് വാർഷിക പൊതുയോഗം ഒല്ലൂക്കര സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നടത്തറ തിരുഹൃദയ ദേവാലയത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി 10 വീടുകൾ നിർമ്മിച്ചു നൽകിയതിന്റെ സമർപ്പണം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. 80 ലക്ഷം രൂപയാണ് ചിലവിട്ടത്. നിർധന കുടുംബങ്ങളായ 28 പേർക്ക് വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്തി 20 ലക്ഷം രൂപയോളം ചിലവിട്ടു. ജാതിമത വ്യത്യാസമില്ലാതെയാണ് സഹായം നൽകിയത്. നടത്തറ മേഖലയിലെ കുടുംബങ്ങൾക്കാണ് പള്ളിയുടെ ശതാബ്ദി ആശ്രയമായത്. ഇടവകയിൽ വിശ്വാസികളിൽ നിന്ന് സമാഹരിച്ചതാണ് തുക. 2022 മുതൽ 26 വരെ നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. 38 കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞതായി നടത്തറ തിരുഹൃദയ പള്ളി വികാരി ഫാദർ നോബി അമ്പൂക്കൻ പറഞ്ഞു. ഇനിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് സഹവികാരി ഫാദർ ആൽബിൻ ചൂണ്ടൽ, ട്രസ്റ്റി അംഗങ്ങളായ തോമസ് നെല്ലിശ്ശേരി, തോമസ് മുണ്ടൻമാണി, സോജൻ ചെമ്പകശ്ശേരി, ലെനിൻ തട്ടിൽ തുടങ്ങിയവർ പറഞ്ഞു. പോൾസൺ നെല്ലിശ്ശേരി, ബിനു പാലോക്കാരൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KC അഭിലാഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. പരിശുദ്ധ സുവിശേഷം അധ്യായം 19 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ചുങ്കക്കാരിൽ പ്രധാനിയും ഒരു ധനാഢ്യനുമായിരുന്നു. ഈശോയെ ഒന്ന് കാണാൻ അയാൾ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ വെച്ച് അവിടുത്തെ കാണാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനാൽ സക്കേവൂസ് മുമ്പേ ഓടി വഴിയിലുള്ള ഒരു അത്തിമരത്തിൽ കയറി ഈശോയെ കാത്തിരുന്നു. എന്തെന്നാൽ അവിടത്തേക്ക് ആ വഴിയാണ് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ അങ്ങയുടെ പുതിയ കൽപ്പനയനുസരിച്ച് ഉപവിയോടുകൂടെ ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും സഹായിക്കുവാനും എല്ലാ മനുഷ്യരോടും അനുകമ്പ കാണിക്കുവാനും ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാനും അങ്ങയുടെ നമ്മുടെയൊക്കെ അധ്വാനവും നമ്മുടെ സഹകരണം കൊണ്ട് പണിയാൻ സാധിച്ചു എന്നുള്ളത് വലിയ വിജയമാണ്. അതിനൊക്കെ തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ട്, പിന്നെ പിതാവിൻ്റെ മഹനീയ സാന്നിധ്യം, പിതാവ് തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞ് പിതാവ് നമ്മോട് കൂടി ബലിയർപ്പിച്ചു. വേണ്ട അത്രയും അംഗീകാരങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നന്ദി അർപ്പിക്കും. നമ്മളിപ്പോൾ താക്കോൽ ദാനകർമ്മം ബെഞ്ചിൽ ഈ ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നതോടുകൂടി പിതാവ് താക്കോല് കുടുംബനാഥനെ ഏൽപ്പിക്കുന്നു. ക്കാരന്മാരിലൂടെയും ഈ ഇടവകയിലെ ദൈവജനം മുഴുവനോടും കൂടി വിശ്വാസം നമ്മോട് ആവശ്യപ്പെടുന്ന വലിയ ഒരു ആത്മീയതയായിട്ടും നിങ്ങളെല്ലാവരും ഏറ്റെടുത്തതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാം. ഇതിങ്ങനെ ഒരു പകർച്ചവ്യാധി പോലെ പടരണം. ഇതുപോലെയുള്ള ശുശ്രൂഷകൾ പകർച്ചവ്യാധി പോലെ പടരണം. ഞാനിപ്പോൾ പറഞ്ഞു,
ഇവിടെ ഇങ്ങനെ വീട് പണി ഇങ്ങനെ പുരോഗമിച്ചപ്പോൾ തൊട്ടടുത്ത് മുമ്പിലെ വീട്ടിലൊരു വീടിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇവിടെ ഇതിനെ സഹായിക്കുന്നവർ തന്നെ ആ വീടിൻ്റെയും കൂടെ സഹായിക്കാനായിട്ട് അങ്ങോട്ടും കുറച്ച് കൈ നീട്ടി എന്ന് ഞാൻ അറിഞ്ഞു. ഇതാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കിതുപോലെ പരസ്പരം സഹായിച്ചും പരസ്പരം താങ്ങും തണലുമായി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു നല്ല ദിവികാരുണ്യ സമൂഹമായിട്ട് മാറുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത വികാരിയച്ഛനും പിന്നെ കമ്മിറ്റി കൺവീനർമാർ, കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരെയും പിന്നെ ഇതിന് ത്യാഗപൂർവം ഇതിന് സാമ്പത്തിക സഹായം നൽകിയവരെയും ഇത് പണിയെടുത്ത ഇതിൻ്റെ എഞ്ചിനീയർ, കോൺട്രാക്ടർ തുടങ്ങിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയും. ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയത്തിലാണ് ഇപ്പോൾ നമ്മൾ നടത്തറ തിരുഹൃദയ ദേവാലയം അവരുടെ ശതാബ്ദിയോട് അനുബന്ധിച്ച് 10 വീടുകളാണ് ഭവനരഹിതർക്ക് പണിതു കൊടുത്തിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത വികാരിയച്ഛൻ, നമുക്കേറെ പ്രിയങ്കരനായിട്ട് നോബിയച്ഛൻ ഇവിടെ ഉണ്ട്, കൈക്കാരന്മാരുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്, ഇടവക സമൂഹമുണ്ട്. വിശ്വാസം ശരിക്കും ജീവിക്കുന്നതിൻ്റെ വലിയ സാക്ഷ്യമായിട്ട് ഇവരുടെ ഈ ഒരു പ്രവൃത്തി മാറിയിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരെല്ലാവരും ചേർന്ന് ഇവിടെ ഈ ഒരു വലിയ സൽക്കർമ്മത്തെ അഭിനന്ദിക്കാനും ഇത് ഏറ്റെടുക്കാനും എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ എല്ലാവരെയും, പഞ്ചായത്ത് മെമ്പറും ഞാനൊക്കെ ഉൾപ്പെടെ, ഇടവകയെ, ഈ സമൂഹത്തെ എല്ലാവരെയും, ഈ കൂട്ടായ്മയെ അഭിനന്ദിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകും. പീച്ചിയിൽ കനത്ത കാറ്റിലും മഴയിലും പൊടിപ്പാറ വാർഡിൽ വൻ നാശനഷ്ടം. മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ബുധനാഴ്ച വൈകിട്ട് 3:30 ശക്തമായ കാറ്റിലാണ് പൊടിപ്പാറ സ്വദേശി ഷിജുവിന്റെ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണത്. സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ശക്തമായ കാറ്റിൽ സമീപ പ്രദേശത്ത് നിന്നിരുന്ന വലിയ തേക്കുമരം കടപുഴകി വീണു. ഫിഷറീസ് ഓഫീസിനു സമീപം വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ സീന വർഗീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് തേരമ്പറമ്പിൽ, വില്ലേജ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മാടക്കത്ര പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭ PMAY കരട് ലിസ്റ്റ് അംഗീകാരം KK സുരേന്ദ്രൻ സ്മാരക ഹാളിൽ മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര പഞ്ചായത്ത് PMAY ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അംഗീകരിക്കുന്നതിനായി പ്രത്യേക ഗ്രാമസഭ ചേർന്നു. വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, CDS അംഗങ്ങൾ, PMAY ഗുണഭോക്താക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള മണ്ണുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 26ാമത് വാർഷിക പൊതുയോഗം ഒല്ലൂക്കര സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KA ബെൻസൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ES വിജയ് ഭാരത് മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനയുടെ പ്രവർത്തനങ്ങളും കൈവരിച്ച നേട്ടങ്ങളും വിഷയത്തെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി PC ജോസഫ് സംസാരിച്ചു. ട്രഷറർ KC ജോർജൻ സാമ്പത്തിക അവലോകനം നടത്തി. യൂണിറ്റ് ട്രഷറർ റോബി ഫ്രാൻസിസ് വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് NS ഉദയകുമാർ, എക്സിക്യൂട്ടീവ് അംഗം സനൽ നെട്ടിശ്ശേരി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി KP ജെയ്സൺ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി CC അനിൽകുമാർ നന്ദിയും അറിയിച്ചു. ാണ് ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കുടുംബ സംഘമായിട്ട് അവിടെയായിരുന്നു. ഈ പ്രാവശ്യം ഒല്ലൂക്കര സഹകരണ ബാങ്കിൻ്റെ ഹാളിലാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാ WK മെമ്പർമാരോടും അവരുടെ അനുവാദത്തോടെ കൂടി കൊടികയറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ. സിന്ദാബാദ് 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 WK സിന്ദാബാദ് WK സിന്ദാബാദ് 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 WK സിന്ദാബാദ് WK സിന്ദാബാദ് WK സിന്ദാബാദ് WK സിന്ദാബാദ്. നിരീക്ഷണവും പരിപാലനവുമില്ലാത്ത പൂമല ഡാമിൽ സാമൂഹ്യവിരുദ്ധർ അഴിഞ്ഞാടുന്നു. വികസനത്തിന് ഏറെ പ്രാമുഖ്യം കൽപ്പിക്കുന്ന ടൂറിസം മേഖലയിലാണ് ഈ വിരോധാഭാസം. നിറഞ്ഞുകിടക്കുന്ന ഡാം, പ്രകൃതി സൗകുമാര്യം ആവോളം. ഇത് ആസ്വദിക്കാൻ ധാരാളം വിനോദസഞ്ചാരികൾ. ശാന്തസുന്ദരമായ പൂമല ഡാമിലെത്തുന്നവർക്ക് അലോസരമാകുന്നത്
കുട്ടികളുടെ പാർക്ക് ആധുനിക രീതിയിൽ നവീകരിച്ച് ഇവിടെ മാത്രം ശുചീകരിക്കാനും മറ്റും ജീവനക്കാരുണ്ടെങ്കിലും ഡാമിന്റെ മറ്റിടങ്ങൾ അനാഥരെ പോലെ. നിലവിലെ പരിതാപകരമായ സ്ഥിതിവിശേഷം. വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യചാരുത കൺകുളിർക്കെ കാണാനെത്തുന്നവർക്ക് ചവിട്ടുപടികൾ, പൊന്തക്കാടുകളും പാഴ്മരങ്ങളും ആവരണം ചെയ്ത് ഇറങ്ങാൻ പോലും ഭയം. പാഴ്മരങ്ങളുടെ വേരുകൾ ഊഴ്ന്നിറങ്ങി ഡാമിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണി. ഡാമിന്റെ സമീപത്ത് ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ, ഗ്ലാസുകൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകിയും സമീപത്ത് കുന്നുകൂടിയും കിടക്കുന്നു. ഡാമിന്റെ പരിസരത്ത് വേസ്റ്റ് ബോക്സ് വച്ചിട്ടുണ്ട്. അതെല്ലാം നിറഞ്ഞാലും അതിൽ നിന്ന് നീക്കം ചെയ്യാൻ ജീവനക്കാരില്ല. സമീപത്തുള്ള മാലിന്യ കവറുകൾ ചവിട്ടിക്കടന്നു വേണം വിനോദസഞ്ചാരികൾക്ക് പൂമല ഡാമിലേക്ക് എത്തുക. ഇത് അസഹനീയമാണ്. അധികൃതർക്ക് എത്ര പരാതികൾ ലഭിച്ചാലും നിസ്സംഗത പുലർത്തുന്നുവെന്ന് സമീപവാസികൾ. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 28ാം വാർഷികാഘോഷം ഒല്ലൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ പൂച്ചട്ടി AM പരമൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരങ്ങളായ TG രവി, ജയരാജ് വാര്യർ എന്നിവർ മുഖ്യാതിഥികളായി. കേരളത്തിൽ രൂപം കൊണ്ട കുടുംബശ്രീ പ്രസ്ഥാനം ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കുന്ന സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ്. 28 വർഷത്തെ പ്രവർത്തനത്തിലൂടെ ജാതിമത രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിന്റെ ഹൃദയസ്പന്ദനമായി കുടുംബശ്രീ മാറി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത് കെ ദീപക്, ഐഡിയ സ്റ്റാർ സിംഗർ താരം പ്രജീന മിഥുൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന ഷാജു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിത ജനാർദ്ദനൻ, CV സുരേഷ്, PK അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീത രവീന്ദ്രാക്ഷൻ, ബിന്ദു കാട്ടുങ്ങൽ, KC അഭിലാഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു അജയൻ, സെക്രട്ടറി KP സീന, CDS വൈസ് ചെയർപേഴ്സൺ വിജീഷ രതീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും സംസാരിച്ചു. കുടുംബശ്രീയുടെ 28 വർഷത്തെ പ്രവർത്തന മികവും വനിതാ ശാക്തീകരണ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും ആഘോഷിക്കുന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ഉപഹാരം നൽകി ആദരിച്ചു. കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ ഭാരവാഹികൾ, അയൽക്കൂട്ടംഗങ്ങൾ, സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയുടെ ഭാഗമായി. നമ്മുടെ നാടിൻ്റെ ആകെ അഭിമാനമായി മാറിയിട്ടുള്ള സ്ത്രീ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് കുടുംബശ്രീ. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീ CDSകളിൽ ഒന്ന് എന്ന് മലയാള മനോരമയെ പോലെ ഒരു ദിനപത്രം തിരഞ്ഞെടുപ്പിലൂടെ അഭിമാനപൂർവ്വം പ്രഖ്യാപിച്ചതാണ് നടത്തറയിലെ CDS എന്നുള്ളത്. എല്ലാ കാലത്തും നമുക്ക് അഭിമാനകരമായിട്ടുള്ള വസ്തുതയാണ്. നമ്മുടെ നാട്ടിലുള്ള വിവിധങ്ങളായിട്ടുള്ള വഴികളിലെ മുന്നേറ്റം CDS രംഗത്തും നടത്തറയുടെ CDS രംഗത്തും നമുക്ക് കാണാനുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ സ്നേഹനിർഭരമായിട്ടുള്ള ചലനങ്ങളിലും നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ സ്നേഹസ്പർശങ്ങളുണ്ട് എന്ന അഭിമാനത്തോടെ കാണുന്ന നമ്മൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുമ്പിൽ എല്ലാ മാസത്തിൻ്റെയും അവസാനത്തിൽ തുറന്നു വയ്ക്കുന്ന പ്രദർശന ചന്തയടക്കം ഈ പഞ്ചായത്തിൽ തന്നെ CDS പൊതുവിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഉൽപ്പന്നങ്ങളടക്കം നിരവധി പ്രവർത്തനങ്ങളിലൂടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 9 വാർഡുകളിൽ ഉൾപ്പെടുന്ന SSLC+2 പരീക്ഷകളിൽ വിജയിച്ച 212 കുട്ടികൾക്ക് 2026 മെമ്പർ എക്സലൻസ് അവാർഡ് യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് O ജനീഷ് നൽകി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ അധ്യക്ഷനായി. പഠന മികവ് പുലർത്തുന്നതിനോടൊപ്പം കലാകായിക മേഖലയിലും വിജയം കൈവരിക്കണമെന്ന് മന്ത്രി O ജനീഷ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുന്ദരി മോഹൻദാസ്, ഭാഗ്യവതി ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷാജു കാളിയങ്കര, ദിനിൽ പാലപ്പറമ്പൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, അംഗങ്ങളായ പ്രഭരൻ ചുണ്ടേലപ്പറമ്പിൽ, സംഗീത ദിവാകരൻ, സന്ദീപ് കണിയത്ത്, ഗ്ലാൻസൺ പള്ളിത്തറ, ജിഷ ഡേവിസ്, രമണി ചന്ദ്രൻ, ധന്യ ഷനോജ്, ജോജു ചാഴുക്കാരൻ, സജിത രാജീവ്, സിന്ധുമോൾ എന്നിവരും സംസാരിച്ചു.
പാലക്കുഴിയിലെ സോളാർ വേലിയുടെ അടിക്കാടുകൾ വെട്ടിവൃത്തിയാക്കി തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ മാതൃകയായി. പ്രകൃതി പഠന പരിസ്ഥിതി പുനഃസ്ഥാപന ക്യാമ്പിന്റെ ഭാഗമായാണ് തൃശൂർ ലോ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ പാലക്കുഴി താന്നിച്ചുവട് മുതൽ പുല്ലംപരുത വരെയുള്ള ഫെൻസിംഗ് വേലി വൃത്തിയാക്കിയത്. കിഴക്കഞ്ചേരി പഞ്ചായത്ത് അംഗം റിൻസി ജോയ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ അരുണിമ രാജൻ, സെഷൻസ് ഫോറസ്റ്റ് ഓഫീസർമാരായ KL ലിൻഡോ, EP പ്രദേശ്, NSS പ്രതിനിധി സന്തോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാനന യാത്രയ്ക്കും വിത്തൂട്ടിനും ഗ്രേഡ് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ NJ രഞ്ജിത്ത്, ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് KV രജനി എന്നിവർ നേതൃത്വം നൽകി. ഈ ഒരു മെമ്പർ ആയിക്കോട്ടെ, ഇവിടെയുള്ള വാസികളായിക്കോട്ടെ, എല്ലാവരോടും നന്ദിയുണ്ട്. ഒപ്പം നമ്മുടെ കുട്ടികളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. പല ആൾക്കാരും ഇപ്പോൾ നമുക്ക് കാണാം എന്നുള്ളൊരു സന്തോഷത്തിലായിരിക്കും, കാട് കാണാം എന്നുള്ള സന്തോഷത്തിലായിരിക്കും കുട്ടികൾ കൂടുതലും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ശരിക്കും സാറ് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് വെറും ഒരു കാട്ടിലോട്ടുള്ള യാത്രയല്ല, പകരം ഇവിടെയുള്ള ആൾക്കാർക്ക് MVIക്കെതിരെ പോലീസ് ചുമത്തിയത് ജാമ്യമില്ലാ കുറ്റം. മോട്ടോർ വാഹന വകുപ്പ് തൃശൂർ എൻഫോഴ്സ്മെന്റ് MVIക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് ചാർജ് ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ MVI PV ബിജു മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നതിന്റെ പേരിൽ ജാമ്യമില്ലാ കുറ്റമാണ് MVIക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ബിജുവിനെ കസ്റ്റഡിയിലെടുക്കാൻ മണ്ണുത്തിയിലുള്ള വീട്ടിൽ വടക്കാഞ്ചേരി പോലീസ് എത്തിയെങ്കിലും സ്ഥലത്തില്ലെന്ന മറുപടി വീട്ടുകാർ നൽകി. MVIയുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലാണ്. ഇൻഷുറൻസ് ഉണ്ടായിട്ടും വടക്കാഞ്ചേരി പോലീസിന്റെ ജീപ്പിന് പിഴ ചുമത്തിയതാണ് പോലീസും MVIയും തമ്മിലുള്ള പോരിന് കാരണം. ഇൻഷുറൻസും പുകപരിശോധനാ സർട്ടിഫിക്കറ്റും ഇല്ലെന്ന കുറ്റം ചുമത്തി 4000 രൂപ പോലീസ് വാഹനത്തിനെതിരെ പിഴ ചുമത്തി. കഴിഞ്ഞ ദിവസം 6-ന് രാത്രി 11-ന് ശേഷം ഉത്രാളിക്കാവിന് സമീപം രാത്രികാല പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് പോലീസ് വാഹനം തടഞ്ഞ് MVI പിഴ ചുമത്തിയത്. ജീപ്പിലുണ്ടായിരുന്ന SI ബദ്രുദ്ദീനും സംഘവും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രേഖകൾ പരിശോധിച്ചപ്പോൾ അടുത്ത വർഷം മാർച്ച് 7 വരെ ഇൻഷുറൻസ് പുതുക്കിയതായി കണ്ടെത്തി. രേഖകൾ ഭദ്രമാണെന്ന് കണ്ടതോടെ MVIക്കെതിരെ പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയതിന് കേസെടുത്തു. പരിവാഹൻ സൈറ്റിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരുന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ വെട്ടിലാക്കിയത്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകൾ തുടരുന്നു.
എയിംസ് തൃശൂരിന് കുറച്ച് അവകാശം കൂടുതലുണ്ടെന്ന് സുരേഷ് ഗോപി. എയിംസ് സ്ഥാപിക്കാൻ ആലപ്പുഴയും തൃശൂരും യോഗം തന്നെയാണെന്ന് തൃശൂരിന് കുറച്ച് അവകാശം കൂടുതലുണ്ടെന്നും കേന്ദ്രമന്ത്രി. അത് പ്രധാനമന്ത്രി മോദിയുടെ ഉത്തരവാദിത്വമാണ്. തൃശൂരുകാർ അദ്ദേഹത്തെ സ്നേഹിച്ചുവെങ്കിൽ തിരിച്ച് എന്ത് പാരിതോഷികമാണ് നൽകേണ്ടതെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. പുത്തൂരിൽ മൃഗശാല സ്ഥാപിക്കാൻ വനംവകുപ്പിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തതുപോലെ എയിംസിന് ജില്ലയിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകട്ടെയെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂർ ജൂബിലി മിഷൻ നഴ്സുമാരുടെ സമരത്തിന്റെ മറവിൽ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അതിരൂപത ആസ്ഥാനത്ത് ലക്ഷ്യം വെച്ച് അവഹേളനങ്ങൾ നടത്താനുമുള്ള UNAയുടെ ബോധപൂർവമായ ശ്രമങ്ങൾക്കെതിരെ ഇടവകയിലെ യുവത്വങ്ങൾ ഒന്നിച്ചണിചേർന്നു. ലൂർദ് കത്തീഡ്രൽ KCYM CLC സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ വായനാ പക്ഷാചരണ സമാപനം ബിയൂർ ഗ്രാമീണ വായനശാലയിൽ ഹാരി ഫാബി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ലില്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരനും മുൻ കലാമണ്ഡലം സെക്രട്ടറിയുമായ NR ഗ്രാമപ്രകാശ് IV ദാസ് അനുസ്മരണം നടത്തി. 2025 ഏറ്റവും കൂടുതൽ ഗ്രന്ഥാലോകം ചേർത്തിയ ജ്ഞാനോദയം ഗ്രന്ഥശാലയ്ക്കും 2ാം സ്ഥാനക്കാരായ അപ്പൻ തമ്പുരാൻ സ്മാരക വായനശാലയ്ക്കും പുരസ്കാരങ്ങൾ നൽകി. നീണ്ട കാലഘട്ടം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജീവിതം മാറ്റിവെച്ച താലൂക്ക് ലൈബ്രറി കൌൺസിൽ ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ബിജു ഫ്രാൻസിസിന് വായനശാല ഭാരവാഹികളുടെയും ലൈബ്രറിമാരുടെയും യാത്രയയപ്പ് നൽകി. താലൂക്ക് ലൈബ്രറീസ് കൌൺസിൽ സെക്രട്ടറി K രാമചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി TM റോയ്, വൈസ് പ്രസിഡന്റ് PV മോഹനൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാല LLM പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പൂങ്കുന്നം ഹരിനഗർ സ്വദേശിനി ഡാലിയ ഡഗ്ലസിനെ മുൻ MLA TV ചന്ദ്രമോഹൻ ആദരിച്ചു. K ഗിരീഷ് കുമാർ അധ്യക്ഷനായി. മുൻ മേയർ IP പോൾ, കൌൺസിലർ അഞ്ജലി രാഗേഷ്, K ഗോപാലകൃഷ്ണൻ, ശരത്ചന്ദ്രൻ മച്ചിങ്ങൽ, സന്തോഷ് കോലഴി, AK സുരേഷ്, KN നാരായണൻ എന്നിവർ പങ്കെടുത്തു. തിരുവമ്പാടി ശശിയുടെ മരുമകളാണ് റാങ്ക് ജേതാവ് ഡാലിയ ഡഗ്ലസ്. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തൃശൂർ മേഖലാ കുടുംബ സംഗമം ജൂലൈ 11 കേച്ചേരി ഇവിടം റിസോർട്ടിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാവിലെ 10 മുതൽ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്ന സൗഹൃദ മത്സരങ്ങളായിരിക്കും. ഉച്ചകഴിഞ്ഞ് പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും ചികിത്സാ സഹായ വിതരണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ KO ജെൻസൺ, ജിനീഷ് കുമാർ, ഷെബിൻ ജോസ്, സണ്ണി റുയൽ, സുനിൽ കുമാർ കൈരളി എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം.
സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. കലാമണ്ഡലത്തിൽ താൽക്കാലിക നിയമനത്തിൽ കോൺഗ്രസ് പ്രതിഷേധം, കൂക്കിവിളികളുമായി വിദ്യാർത്ഥികൾ. മാനദണ്ഡങ്ങളില്ലാതെ കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപക നിയമനങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനെതിരെ പ്രതിഷേധക്കാർക്കു നേരെ കൂക്കിവിളികളുമായി വിദ്യാർത്ഥികളെത്തി. സാംസ്കാരിക വകുപ്പിന്റെ അനുമതിയില്ലാതെയും സർക്കാർ മാനദണ്ഡങ്ങളില്ലാതെയും കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപക നിയമനങ്ങൾ നടത്തുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം നടത്താൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി പ്രവർത്തകർ വിസിയുടെ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ കൂക്കിവിളികളുമായി വിദ്യാർത്ഥികൾ എത്തിയതോടെ സംഘർഷാവസ്ഥയിലായി. പോലീസ് എത്തിയാണ് നിയന്ത്രിച്ചത്. നിയമനത്തിനെതിരെയുള്ള പ്രതിഷേധക്കാർ പഠിക്കാനുള്ള അവകാശത്തെ തടയുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ കുറ്റപ്പെടുത്തൽ. വ്യാഴാഴ്ച നടത്താനിരുന്ന നൃത്തസംഗീതം, കഥകളി സംഗീതം, പഞ്ചവാദ്യം വിഭാഗങ്ങളിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനുള്ള ഇന്റർവ്യൂ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഇന്റർവ്യൂ തടയുമെന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. കലാവിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത് എല്ലാ വർഷവും ചെയ്യുന്ന കാര്യമാണെന്നും പല വിഷയങ്ങളിലും അധ്യാപകരില്ലാത്തതിനാൽ പഠനം മുടങ്ങുന്ന സാഹചര്യമാണെന്നും ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു. പഠനം മുടങ്ങുന്നത് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഇടയാക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. അധ്യാപക ഇന്റർവ്യൂ മുടങ്ങുന്നത് അധ്യയനവും വർഷം തോറും ഓഗസ്റ്റ് 15 നടക്കുന്ന അരങ്ങേറ്റവും മുടങ്ങാൻ കാരണമാകുമെന്നും ബി പറഞ്ഞു. സായ് സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധനരായ നേത്രരോഗികൾക്ക് ചികിത്സയും തിമിര ശസ്ത്രക്രിയയും നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 20ാം വാർഷികാഘോഷം ജൂലൈ 11 വെള്ളിയാഴ്ച രാവിലെ 9 മമ്മിയൂർ ഷിർദി സായി മന്ദിരം ഹാളിൽ നടക്കും. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. നേത്ര ചികിത്സാ രംഗത്തെ ഡോക്ടർമാരെ ആദരിക്കും. ഇതുവരെ 7400 പേർക്ക് നേത്ര ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അരുൺ സി നമ്പ്യാർ, കമാലുദ്ദീൻ ഗുരുവായൂർ, ജോഫി ജോസഫ്, KR പ്രവിൽ എന്നിവർ പങ്കെടുത്തു. വാണിയംപാറയിൽ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത വാണിയംപാറയിൽ പുതുകുളത്തിന് സമീപത്ത് മാത്രം നിർമ്മാണം നടക്കാതിരുന്ന 200 മീറ്റർ ദൂരത്തിൽ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പാലക്കാട് ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരുന്ന സർവീസ് റോഡിൽ ഒരു ഭാഗം മാത്രം റോഡില്ലാത്ത അവസ്ഥയായി. പ്രദേശവാസികൾ ഇതുമൂലം ദേശീയപാതയിലൂടെ എതിർദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ നിരവധി അപകടങ്ങളും മരണങ്ങളും ഉണ്ടായി. പൊതുജന പ്രക്ഷോഭം ശക്തമായിരുന്നു. സർവീസ് റോഡ് കടന്നുപോകുന്ന തൃശൂർ ജില്ലയിൽ മേഖലയിലും മേലെ ചുങ്കത്തും മാത്രമാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഉണ്ടായിരുന്നത്. മുടിക്കോട് അടിപ്പാതയ്ക്ക് മുകളിൽ കാറിന് പുറകിൽ സ്കോർപിയോ ഇടിച്ച അപകടം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ മുടിക്കോട് അടിപ്പാതയ്ക്ക് മുകളിലായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. മുടിക്കോട് അടിപ്പാതയ്ക്ക് മുകളിൽ കാറിന് പുറകിൽ സ്കോർപിയോ ഇടിച്ച് അപകടം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ മുടിക്കോട് അടിപ്പാതയ്ക്ക് മുകളിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പാലക്കാട് നിന്നും തൃശൂരിലേക്ക് പോകുന്ന പാതയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 അപകടമുണ്ടായത്. മുന്നിൽ പോയിരുന്ന കിയ കാറിന്റെ പുറകിൽ സ്കോർപിയോ വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കിയ കാറിന്റെ പുറകുവശം പൂർണ്ണമായും തകർന്നു. സ്കോർപിയോ കാറിന്റെ മുൻവശവും തകർന്നു. എടപ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വനിതാ ഡോക്ടറായിരുന്നു കിയ കാറിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പീച്ചി പോലീസ് SI പ്രദീപ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും INTUC മണ്ഡലം പ്രസിഡന്റുമായ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. മുളകുന്തുകാവ് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. 3 മാസമായി അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. പ്രവർത്തന രംഗത്ത് നിസ്വാർത്ഥനായിരുന്ന കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനെ നഷ്ടപ്പെട്ടുവെന്നും ഇന്റർനാഷണൽ കോൺഗ്രസിന് ഇത് തീരാ നഷ്ടമാണെന്നും അറിയുന്നു. മൃതദേഹം 3 മണിയോടെ ചെറുതുരുത്തിയിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്തി. പൂമല വേളാങ്കണ്ണി കുരിശുപള്ളിക്കു സമീപം പുളിയൻമാക്കൽ PK ലൗലി അന്തരിച്ചു. 61 വയസ്സ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് പൂമല ചെറുപുഷ്പം ദേവാലയത്തിൽ നടക്കും. ഭാര്യ ലാലി, മക്കൾ ലിൻഡോ, ലിയോ, മരുമക്കൾ നിയോ, ആന്റണി, അനീറ്റ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടത്തറ തിരുഹൃദയ ദേവാലയത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി 10 വീടുകൾ നിർമ്മിച്ചു നൽകിയതിന്റെ സമർപ്പണം തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടാണി നീലങ്കാവിൽ നിർവഹിച്ചു.
പീച്ചിയിൽ കനത്ത കാറ്റിലും മഴയിലും പൊടിപ്പാറ വാർഡിൽ വൻ നാശനഷ്ടം. മരം വീണ് വീട് ഭാഗികമായി തകർന്നു. മാടക്കത്ര പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭ. PMAY കരട് ലിസ്റ്റ് അംഗീകാരം KK സുരേന്ദ്രൻ സ്മാരക ഹാളിൽ മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള മണ്ണുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 26ാമത് വാർഷിക പൊതുയോഗം ഒല്ലൂക്കര സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.